ഇക്കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് RSS നേതാക്കൾ നടത്തിയതായ വിലയിരുത്തലുകൾ ഇപ്പോൾ രാഷ്ട്രീയ വൃത്തങ്ങളിൽ പൊതുവെയും BJP നേതൃത്വത്തിൽ പ്രത്യേകിച്ചും ചർച്ചയായിരിക്കുകയാണ്. RSSന്റെ മുഖ്യ പത്രമായ ഓർഗനൈസറിൽ RSSന്റെ ചില നേതാക്കൾ നടത്തിയതായിട്ടുള്ള ചില വിമർശനങ്ങളും അതുപോലെ തന്നെ RSSന്റെ പ്രധാന നേതാവായിട്ടുള്ള ശ്രീ മോഹൻ ഭാഗവത് നടത്തിയതായിട്ടുള്ള ചില പരാമർശങ്ങളുമാണ് പ്രധാനമായി ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ശ്രീ മോഹൻ ഭാഗവത് വളരെ വസ്തുനിഷ്ഠമായ ചില കാര്യങ്ങൾ നല്ലൊരളവിൽ ആരുടെയും പേര് പറയാതെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ലേഖനത്തിലും പ്രസംഗങ്ങളിലും. അദ്ദേഹം BJPക്ക് ഉണ്ടായ തിരിച്ചടിയെ കുറിച്ച് പറയുന്ന പ്രധാന കാരണങ്ങളിൽ മുഖ്യമായിട്ടുള്ളത് അധികാരത്തിൽ ഇരുന്നപ്പോൾ കാട്ടിയതായ ധാർഷ്ട്യവും അഹങ്കാരവും ധിക്കാരവും നല്ല ഒരളവ് വരെ ഈ തിരിച്ചടിക്ക് കാരണമായിട്ടുണ്ട് എന്നതാണ്. അതോടൊപ്പം തന്നെ അദ്ദേഹം പറയുന്നു, വിദ്വേഷം ജനിപ്പിക്കത്തക്ക രീതിയിൽ നേതാക്കന്മാർ നടത്തിയ പ്രചരണവും അത് തിരിച്ചടി ഉണ്ടാക്കിയിട്ടുണ്ട്. തീർച്ചയായും അതൊരു വസ്തുനിഷ്ഠമായ വിമർശനമാണ് എന്ന് തന്നെ കരുതണം. പ്രത്യേകിച്ച് RSS പോലെയുള്ള ഒരു സംഘടനയുടെ നേതൃത്വത്തിൽ നിന്ന് അത് വരുമ്പോൾ BJPക്ക് ഒരു കാരണവശാലും അത് തള്ളിക്കളയാനാവുകയില്ല. നമുക്ക് എല്ലാവർക്കും അറിയാം, BJPക്ക് കഴിഞ്ഞ 2-3 ദശാബ്ദങ്ങളായി ഉണ്ടായിരിക്കുന്ന വളർച്ചയുടെ മുഖ്യ കാരണം RSSന്റെ പിന്തുണയാണ് എന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല. ജനസംഘമായി തുടങ്ങിയ ഒരു പാർട്ടിയാണ് പിന്നീട് BJP ആയി രൂപാന്തരപ്പെട്ടത്. യഥാർത്ഥത്തിൽ ജനസംഘം RSS തുടങ്ങിയതായിട്ടുള്ള സംഘടനകളിൽ നിന്ന് ലഭിച്ചതായിട്ടുള്ള ആവേശവും ഉത്തേജനവും കൊണ്ടാണ് അവർക്ക് BJP ആയി രൂപപ്പെടാനായി സാധിച്ചിട്ടുള്ളത്. ഗുരുജി ഗോൾവൽക്കറിന്റെയും പിന്നീട് വന്ന സവർക്കറുടെയും ഒക്കെ ഹിന്ദുത്വ ആശയങ്ങളെയെല്ലാം സ്വാംശീകരിച്ചുകൊണ്ട് ഉൾക്കൊണ്ടുകൊണ്ട് ഒരു രാഷ്ട്രീയ പാർട്ടിയായി BJPക്ക് രൂപപ്പെടാൻ ഒരുപാട് സഹായം RSS പരോക്ഷമായും പ്രത്യക്ഷമായും നൽകിയിട്ടുണ്ട് എന്നതിനെക്കുറിച്ച് ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല. എന്നാൽ അധികാരത്തിലേറിയ BJP മറ്റൊരു മുഖമാണ് പ്രത്യേകിച്ച് കഴിഞ്ഞ ഒരു ദശാബ്ദമായി കാട്ടിക്കൊണ്ടിരുന്നത്. അതിനെ അപ്പാടെ സ്വീകരിക്കുവാൻ RSSന് പോലും കഴിഞ്ഞിട്ടില്ല. അധികാരത്തിന്റെ അഹങ്കാരം എന്നാണ് ബഹുമാനപ്പെട്ട മോഹൻ ഭാഗവത് ആരെയും പേരെടുത്ത് പറയാതെ സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ അദ്ദേഹം ഉപയോഗിച്ച ഒരു വാക്ക് മര്യാദ എന്നൊരു പദമാണ്. ഇത് രണ്ടും ഹിന്ദിയിലുള്ള പദമാണ്. മര്യാദ, അഹങ്കാർ, ഇത് രണ്ടും ഹിന്ദിയിലെ പദങ്ങളാണ്. അപ്പോൾ മറ്റുള്ളവരുമായി പെരുമാറുന്നതിനുള്ള മര്യാദ, മറ്റ് മതങ്ങളുമായി ഇടപെടുമ്പോൾ കാണിക്കേണ്ടതായിട്ടുള്ള ഔചിത്യം, ഇതെല്ലാമാണ് അദ്ദേഹം ഈ മര്യാദ എന്ന വാക്കിൽ നിന്ന് വിവക്ഷിക്കുന്നത്. അതുപോലെ ധാർഷ്ട്യം എന്നൊക്കെ പറയുന്നത് പ്രത്യേകിച്ച് ഇതിനോടകം തന്നെ പലവട്ടം ചർച്ച ചെയ്തതായ നരേന്ദ്രമോദിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലെ അദ്ദേഹത്തിന്റെ ശരീരഭാഷയും അദ്ദേഹം പറഞ്ഞതായ ധാരാളം പ്രസ്താവനകളും, ഉത്തരേന്ത്യൻ സംസ്ഥാനത്ത് അദ്ദേഹം യഥാർത്ഥത്തിൽ വർഗീയ വിദ്വേഷം പരത്തുന്ന രീതിയിലാണ് പ്രചാരണം നടത്തിയത് എന്ന് ഇതിനോടകം ചർച്ച ചെയ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. അദ്ദേഹം ഒരു പ്രത്യേക സമുദായം അനർഹമായ ആനുകൂല്യങ്ങൾ പിടിച്ചു പറ്റാനായി ശ്രമിക്കുകയാണ് എന്ന് വളരെ മോശമായ ഭാഷയിൽ പോലും അദ്ദേഹം പ്രചാരണം നടത്തി. ഉത്തരേന്ത്യയിൽ വർഗീയ ധ്രുവീകരണത്തിന് അദ്ദേഹം പ്രധാനമന്ത്രി കസേരയിൽ ഇരുന്നു കൊണ്ട് ചെയ്ത കാര്യങ്ങൾ ലോകമെമ്പാടും കടുത്ത വിമർശനത്തിന് വിധേയമായിട്ടുണ്ട്. നമുക്കറിയാം, 1984 2 സീറ്റുമായി രംഗത്ത് വന്ന BJP 35 വർഷം കഴിഞ്ഞപ്പോൾ 2019 303 സീറ്റുള്ള ഭരണകക്ഷിയായി മാറി. അപ്പോൾ നോക്കണം ആ പാർട്ടിക്കുണ്ടായ ക്രമാനുഗതമായ വളർച്ച എത്ര വലുതാണെന്ന്. ആ കാര്യത്തിൽ ഗണ്യമായ സംഭാവനകൾ നൽകിയ പ്രസ്ഥാനങ്ങളാണ് ഈ പറയുന്ന RSSഉം അതുപോലെ സംഘപരിവാറും. ഇവരുടെ രണ്ടിന്റെയും പിന്തുണ ഇല്ലായിരുന്നെങ്കിൽ ഈ BJPക്ക് ഇപ്പോൾ കാണുന്നതായിട്ടുള്ള ഒരു വലിപ്പം ഉണ്ടാവുകയില്ല എന്ന് എല്ലാ രാഷ്ട്രീയ വിദ്യാർത്ഥികളും പറയുന്നുണ്ട്, രാഷ്ട്രീയ ചരിത്രകാരന്മാരും പറയുന്നുണ്ട്. എന്നാൽ ഈ 303-ൽ നിന്ന് 2019
303 നിന്നാണ് 2024 വന്നപ്പോൾ 240 പതിഞ്ഞു പോയത്. എന്തൊരു വീഴ്ചയാണ്, തകർച്ചയാണ്. 63 സീറ്റുകൾ കുറഞ്ഞിരിക്കുന്നു. മാത്രവുമല്ല, അതിനേക്കാൾ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ എന്തൊരു ദുർഗതിയാണ്. 543 അംഗങ്ങളുള്ള പാർലമെന്റിൽ കേവല ഭൂരിപക്ഷം പോലും അവർക്ക് ഇല്ലാതെ പോയി. ഒടുവിൽ എന്ത് സംഭവിച്ചു? പ്രാദേശിക കക്ഷികളുടെ മുൻപിൽ മുട്ടുമടക്കി അവരുടേതായിട്ടുള്ള സമ്മർദ്ദത്തിന് വഴിപ്പെട്ടുകൊണ്ട് അധികാരത്തിൽ 3-ാം വട്ടം വന്നു എന്ന് പറയുക മാത്രമേ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. BJP അണികൾ പോലും ഈ സാഹചര്യത്തിൽ സന്തുഷ്ടരല്ല. അവർ 400 സീറ്റ് നേടി NDA സഖ്യം അധികാരത്തിൽ വരുമെന്ന് വീമ്പിളക്കി. തെരഞ്ഞെടുപ്പ് കാലത്ത് BJP പറഞ്ഞു ഞങ്ങൾക്ക് മാത്രമായി 350-ലധികം സീറ്റുകൾ ലഭിക്കുമെന്ന്. BJPയുടെ നേതാക്കന്മാർ, പ്രത്യേകിച്ച് ശ്രീമാൻ നരേന്ദ്രമോദിയും അമിത്ഷായും ഒക്കെ ആവർത്തിച്ച് വീമ്പിളക്കിക്കൊണ്ടിരുന്നു. ഒടുവിൽ എന്ത് സംഭവിച്ചു? 300 പോയിട്ട് അതിന്റെ അടുത്ത് പോലും എത്താനായി കഴിഞ്ഞില്ല എന്ന ദയനീയമായ ഒരു സാഹചര്യമാണുള്ളത്. എന്തൊരു ദുരവസ്ഥയാണ് BJPക്ക് സംഭവിച്ചത്. ആന്ധ്രയിലെ ഒരു പ്രാദേശിക കക്ഷിയും ബീഹാറിലെ ഒരു പ്രാദേശിക കക്ഷിയും അവരുടെ ആശ്രയം പേടി, അവരുടെ ഔദാര്യം കൊണ്ട് 3-ാം ഊഴം മന്ത്രിസഭ രൂപീകരിക്കേണ്ടി വന്നു എന്ന് പറഞ്ഞാൽ അതൊട്ടും അധികപ്പറ്റാവുകയില്ല. നാം കണ്ടതാണല്ലോ മന്ത്രിസഭാ രൂപീകരണത്തിന് മുൻപ് നടന്നതായ കൂടിക്കാഴ്ചകളും ചർച്ചകളും ഒക്കെ. എന്തൊരു വലിയ ആദരവോടുകൂടിയാണ് ശ്രീമാൻ നരേന്ദ്രമോദി ആന്ധ്രയിലെ TDP നേതാവ് ചന്ദ്രബാബു നായിഡുവിനെയും അതുപോലെ ബീഹാറിലെ JDU നേതാവ് നിതീഷ് കുമാറിനെയും ഒക്കെ സ്വീകരിച്ചത്. കാരണം അവർ 16ഉം 12ഉം സീറ്റുകളുള്ള 2 കക്ഷികളായി പാർലമെന്റിൽ BJPയോടൊപ്പം നിൽക്കുമ്പോൾ അവരുടെ സമ്മർദ്ദത്തിന് കീഴ്പ്പെടേണ്ടി വന്നു എന്നുള്ളതാണ് ഏറ്റവും ദയനീയമായ അവസ്ഥ. സാങ്കേതികമായി നരേന്ദ്രമോദി 3-ാം വട്ടം പ്രധാനമന്ത്രിയായി എന്ന് പറയാം. സഖ്യകക്ഷികളുടെ സഹായം കൊണ്ട്, ഔദാര്യം കൊണ്ട് പ്രധാനമന്ത്രിയാകുന്ന ഒരു സാഹചര്യം അത്ര അഭികാമ്യമാണോ? BJPക്ക് അക്കാര്യത്തിൽ എന്താണ് അഭിമാനിക്കാനുള്ളത്? അതുകൊണ്ട് BJPയും RSSും തമ്മിലുള്ള ബന്ധത്തിൽ അല്പസ്വല്പം സ്വരച്ചേർച്ചയില്ലാത്തതിന്റെ സൂചനകൾ ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. കൂട്ടത്തിൽ പറയാതെ പോകുന്നത് ശരിയല്ല. ഒരു ഘട്ടത്തിൽ BJPയുടെ അഖിലേന്ത്യാ അധ്യക്ഷൻ പറഞ്ഞ ഒരു വാക്യം ഇവിടെ വളരെ സംഗതമാണ്. അദ്ദേഹം തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് പറഞ്ഞു, BJP അസാധാരണമായി വളർന്നു കഴിഞ്ഞു, ഇനിയും BJPക്ക് RSSന്റെ ഒന്നും വലിയ സഹായമോ പിന്തുണയോ ആവശ്യമില്ല എന്ന്. ഒരുപക്ഷെ BJPയിലെ ഒരു നേതാവും ഇത്ര ധൈര്യത്തോടുകൂടി ഈ തരത്തിൽ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ നന്ദി കേട് കാണിക്കാൻ പാടില്ലായിരുന്നു. ശ്രീമാൻ JP നഡ്ഡ താരതമ്യേന നരേന്ദ്രമോദിയെക്കാളും അമിത്ഷായെക്കാളും രാജ്നാഥ് സിംഗിനേക്കാളും ഒക്കെ അവരുടെ ആ ഒരു പ്രോട്ടോകോൾ അനുസരിച്ച് താഴെ നിൽക്കുന്ന ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ ധാർഷ്ട്യമെന്ന് ബഹുമാനപ്പെട്ട മോഹൻ ഭാഗവത് പേര് പറയാതെ പറഞ്ഞെങ്കിലും അത് എത്ര വലുതായിരുന്നു എന്ന് അദ്ദേഹത്തിന്റെ വാക്യം വെളിപ്പെടുത്തുന്നുണ്ട്. അതുപോലെ തന്നെയുള്ള ഒരു പ്രധാന ആരോപണം, യാതൊരു തരത്തിലുള്ള ധാർമ്മിക മൂല്യവും ഇല്ലാത്ത കക്ഷികളെ കൂട്ടുപിടിച്ചു. ഉദാഹരണമായി മഹാരാഷ്ട്രയിൽ അജിത് പവാർ നേതൃത്വം കൊടുക്കുന്ന NCPയെ പിളർത്തിക്കൊണ്ടുവന്ന ഗ്രൂപ്പിനെ അവർ സ്വീകരിച്ചു. അതുപോലെ തന്നെ ശിവസേനയെ പിളർത്തിക്കൊണ്ടുവന്ന ഷിൻഡെ വിഭാഗത്തിന്റെ പിന്തുണ സ്വീകരിച്ചു. കൂടുതൽ ആരോപണം വന്നിരിക്കുന്നത് കടുത്ത ക്രിമിനൽ കേസുകളും പണം തട്ടിപ്പ് കേസുകളും ഒക്കെ ഉള്ളതായിട്ടുള്ള പ്രധാനപ്പെട്ട പല രാഷ്ട്രീയ നേതാക്കന്മാരെയും അവസാന നിമിഷം അഭയകേന്ദ്രമായി വന്നപ്പോൾ യാതൊരു മടിയും കൂടാതെ അവരെ ഈ വളയത്തിലാക്കിക്കൊണ്ട് അവർക്ക് തെരഞ്ഞെടുപ്പിൽ ചിലയിടത്തൊക്കെ സീറ്റുകൾ പോലും നൽകിയത് അണികളുടെ ഇടയിൽ വലിയ അമർഷം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ അമർഷവും RSSന്റെ മനസ്സിലുണ്ടായിരിക്കുന്നതായിട്ടുള്ള ചെറിയ അസ്കിതയും ഒക്കെ കൂട്ടി വായിക്കുമ്പോൾ വരും ദിവസങ്ങളിൽ BJPയും RSSും തമ്മിലുള്ള ബന്ധം ഏത് തരത്തിലാകുമെന്ന് വളരെ ആകാംക്ഷയോടും ഉത്കണ്ഠയോടും കൂടിയാണ് രാഷ്ട്രമാകെ നോക്കിക്കാണുന്നത്. RSSനെ സംബന്ധിച്ച്, സംഘപരിവാറിനെ സംബന്ധിച്ച് അവർക്ക് വ്യക്തമായ സിദ്ധാന്തങ്ങളുണ്ട്, അവർക്ക് വ്യക്തമായ അജണ്ടകളുണ്ട്. ഇവിടെ ശ്രീരാമജന്മഭൂമിയിൽ പ്രാണപ്രതിഷ്ഠയൊക്കെ നടത്തി ഒരു വലിയ സംഭവമാണ് ലോകത്തിന് കാഴ്ചവെച്ചത്. ഒരു പൂജാരിയേക്കാൾ വലിയ ആവേശത്തോടുകൂടി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിലൊക്കെ പങ്കെടുത്തത്
ഇന്ത്യയുടെ മതേതരത്വന്റെ അടിസ്ഥാനങ്ങളെ പോലും ചോദ്യം ചെയ്തതായിരുന്നുവെന്ന് ഇതിനോടകം തന്നെ പരക്കെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഒരു പ്രധാനമന്ത്രി രാജ്യത്തെ മുഴുവൻ ജനങ്ങളുടെയും പ്രധാനമന്ത്രിയാണ്. ഇന്ത്യയുടെ ഭരണഘടനയുടെ അടിസ്ഥാന പ്രമാണങ്ങളിലൊന്നായ മതേതരത്വം അത് മതനിരാസമല്ല, മതനിഷേധമല്ല, മറിച്ച് എല്ലാ മതങ്ങൾക്കും തുല്യമായി പ്രവർത്തിക്കുവാനുള്ള സ്വാതന്ത്ര്യം എന്നുള്ളതാണ്. അതിനെ അവഗണിച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു പ്രത്യേക മതത്തിന്റെ സ്ഥാപനങ്ങളിൽ അല്ലെങ്കിൽ അദ്ദേഹം വിശ്വാസിയായിക്കൊള്ളട്ടെ, അതിനെക്കുറിച്ച് യാതൊരു അഭിപ്രായ വ്യത്യാസമില്ല. ആരാധനാലയങ്ങൾ ഉണ്ടാകട്ടെ, അതിനെക്കുറിച്ച് ആർക്കും അഭിപ്രായ വ്യത്യാസങ്ങളില്ല. ആരാധിക്കുവാൻ താല്പര്യമുള്ളവർ ആരാധനാ ക്ഷേത്രത്തിൽ പോകട്ടെ. 1992 ബാബറി മസ്ജിദിന്റെയൊക്കെ ഉള്ള അതുമായൊക്കെ ബന്ധപ്പെട്ട് അത് നശിപ്പിക്കപ്പെട്ട സാഹചര്യങ്ങളൊക്കെ പലവട്ടം ചർച്ച ചെയ്തിട്ടുള്ളതാണല്ലോ. ഇതെല്ലാം നാം കൂട്ടി വായിക്കുമ്പോൾ ഇന്ത്യയിലെ എല്ലാ മതങ്ങളെയും ഉൾക്കൊണ്ടുകൊണ്ട്, എല്ലാ മതങ്ങളെയും സാഹോദര്യത്തിൽ കണ്ടുകൊണ്ട്, എല്ലാ മതങ്ങളുടെയും വിശ്വാസാചാരങ്ങളെ പ്രചരിപ്പിക്കാൻ ഭരണഘടന നൽകുന്ന സ്വാതന്ത്ര്യം അനുവദിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു ഭരണകൂടത്തെ മാത്രമേ ജനങ്ങൾ ഹൃദയത്തോടുകൂടെ ചേർത്ത് വയ്ക്കുകയുള്ളൂ. എന്തായാലും നരേന്ദ്രമോദിയും അമിത്ഷായും ഒക്കെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നിന്ന് ഒരുപാട് പാഠങ്ങൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. അത് പഠിച്ചല്ല ഇനിയും മുന്നോട്ട് പോകുന്നതെങ്കിൽ വരുന്ന നാളുകളിലെ അദ്ദേഹത്തിന്റെ ഭരണം അത്ര അനായാസകരമായിരിക്കുമെന്ന് കരുതുക വയ്യ.